വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. പക്ഷേ അപ്പോഴും നമ്മളതൊരു വലിയ പ്രതീക്ഷയായിട്ട് എടുക്കുന്നില്ല. കാരണം 4-ാം ദിവസമാണ്. ജീവസാന്നിധ്യം എന്ന് പറയുമ്പോൾ മറ്റേതെങ്കിലും ജീവജാലങ്ങളുടെ സാന്നിധ്യവും റഡാറിൽ പെടും. അത് മനുഷ്യൻ്റേത് തന്നെ നിർബന്ധമൊന്നുമില്ല. മാത്രവുമല്ല, വളരെ ദുസ്സഹമായ, അങ്ങനെയാണെങ്കിൽ തന്നെ അത് അത്ഭുതങ്ങളിൽ അത്ഭുതമായിരിക്കണം. അത്തരം സാധ്യതകൾ വളരെ വിരളമാണ് നിലവിൽ മുണ്ടക്കയിൽ. പ്രത്യേകിച്ച് നമ്മൾ തുടർച്ചയായി സംപ്രേഷണം ചെയ്യുന്നത് മുണ്ടക്കയിലെ ഈ പ്രഭവ കേന്ദ്രത്തിന് തൊട്ടടുത്തുള്ള മുണ്ടക്കൈ അങ്ങാടി, ചൂരൽമല അങ്ങാടിയിൽ ഉണ്ടായതിനേക്കാൾ വലിയ നാശനഷ്ടമാണ് മുണ്ടക്കൈ മേഖലയിലുണ്ടായത്. മുണ്ടക്കൈ പഞ്ചായത്തിലെ ഏകദേശം 140 വീടുകളാണ് ആ ഒറ്റ പ്രളയത്തിൽ, ഒറ്റ ഉരുൾപൊട്ടലിൽ തകർന്നു പോയത്. നോക്കൂ, വളരെ സാവധാനമാണ് ആ മണ്ണുമാന്തി യന്ത്രം അതിൻ്റെ വിരലുകൾ ഭൂമിയിൽ അമർത്തുന്നത്. അതിനിടയിൽ ഒരു ജീവനുണ്ടെങ്കിൽ തീർച്ചയായും തിരിച്ചെടുക്കണം. അത്രയും കരുതലോടുകൂടിയാണ്, വളരെ സാവധാനം, മണ്ണിനെ മുറിവേൽപ്പിക്കാതെ, മനുഷ്യനെ മുറിവേൽപ്പിക്കാതെ തിരിച്ചെടുക്കാൻ വേണ്ടിയുള്ളൊരു യത്നമാണ്. പക്ഷേ ഇപ്പോഴും നമുക്ക് ഉറപ്പില്ല. റഡാർ സിഗ്നൽ ലഭിച്ചിട്ടുണ്ട്, ഒരു ജീവസാന്നിധ്യം എന്ന് മാത്രമാണ് പറയുന്നത്. പക്ഷേ അത് മനുഷ്യൻ്റേതെന്ന് ഉറപ്പിക്കാറായിട്ടില്ല. 2 തവണയും ഈ റഡാറിൽ ജീവസാന്നിധ്യം തെളിഞ്ഞുവെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അത് ഈ പറഞ്ഞതുപോലെ ഭൂമിക്കടിയിൽ ജീവിക്കാൻ കഴിയുന്ന ജീവജാലങ്ങളുടേതോ മറ്റോ ആണോ എന്ന് നിശ്ചയമില്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും കുഴിച്ചു നോക്കേണ്ടി വരും. പക്ഷേ കുഴിച്ചു നോക്കുമ്പോൾ അതിൻ്റെ ബലിഷ്ഠമായ ഈ മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ കരങ്ങൾ ഇനി ഏതെങ്കിലും അത്ഭുതങ്ങളായി സംഭവിക്കാവുന്ന രീതിയിൽ ഒരു മനുഷ്യൻ അതിനുള്ളിൽ ഏതെങ്കിലും ഒരു ചെറിയ ദ്വാരത്തിലൂടെ ശ്വാസമെടുത്ത് കഴിഞ്ഞ 4 ദിവസങ്ങളായി കഴിയുന്നുണ്ടെങ്കിൽ, ജീവൻ മിടിക്കുന്നുണ്ടെങ്കിൽ, മുറിവേൽക്കാതിരിക്കാനുള്ള ശ്രദ്ധയും കാട്ടുന്നുണ്ട്. കൂടുതൽ NDRFിൻ്റെയും സൈന്യത്തിൻ്റെയും രക്ഷാപ്രവർത്തകർ ആ മേഖലയിലേക്ക് എത്തുകയാണ്. വളരെ കരുതലോടുകൂടി ആ ഭാഗത്ത് ഈ തെരച്ചിൽ തുടരുന്നു. ആ തെരച്ചിലിൽ ഒരു ജീവസാന്നിധ്യം കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ ഈ തെരച്ചിലിലെ ഏറ്റവും അത്ഭുതങ്ങളിൽ അത്ഭുതം എന്ന് പറയാവുന്ന, മിറക്കിൾ ഓഫ് മിറക്കിൾസ് എന്ന് പറയാവുന്നതായിരിക്കും അത്. പക്ഷേ അത് വളരെ 100-ൽ 1 അംശം പോലും സാധ്യതയില്ലാത്തതാണ്. ഏത് ജീവിയാണ് എന്നത് നമുക്ക് തിരിച്ചറിയാം, മനുഷ്യൻ തന്നെയാണോ എന്ന് നമുക്ക് തിരിച്ചറിയില്ല. അങ്ങനെയാണെങ്കിൽ ഈ തവണത്തെ ഈ വലിയ ദുരന്തം നമുക്ക് തരുന്നതിൽ വെച്ചുള്ള ഏറ്റവും പ്രതീക്ഷാനിർഭരമായിട്ടുള്ളൊരു നിമിഷമാവും. 400-ഓളം മനുഷ്യർ ഇനിയും ഈ മണ്ണിൻ്റെ കാണാമറയത്തുണ്ട് എന്നതാണ് വാസ്തവം. 300-ലധികം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഔദ്യോഗികമായി 200 മരണങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഓരോ തവണയും മണ്ണിലാണ്ട് മനുഷ്യരെ തേടിയെടുക്കുമ്പോൾ അവരുടെ ശരീരഭാഗങ്ങൾ കിട്ടുന്ന അവസ്ഥ 4 ദിവസം പിന്നിടുകയാണ്. ഇത് 4-ാമത്തെ ദിവസമാണ് ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നത്. 4 ദിവസം ഈ മണ്ണിനടിയിൽ ഒരു മനുഷ്യന് കഴിയുമോ എന്നൊക്കെയുള്ള വലിയ ചോദ്യങ്ങളുണ്ട്. നമ്മൾ പലപ്പോഴും ചിലിയിലെയും തൈവാൻ്റെയും ഒക്കെ ഉദാഹരണങ്ങൾ പറഞ്ഞ് പരസ്പരം ആശ്വസിക്കാറുണ്ട്. അർജുൻ്റെ കാര്യത്തിൽ എന്ന പോലെ ഇത്തവണ കിട്ടിയിരിക്കുന്ന സിഗ്നൽ വളരെ സ്ട്രോങ് ആണെന്ന് രക്ഷാപ്രവർത്തകർ പറയുന്നു. ഇപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് അല്ലമീൻ നമ്മളോട് വിശദീകരിക്കും. മുണ്ടക്കൈയിൽ സുനിലിൻ്റെ, അതായത് സുദേവൻ്റെയും ഒക്കെ വീടിൻ്റെ സമീപത്തായിട്ടാണ് ഈ റഡാറിന് സിഗ്നൽ ലഭിച്ചത്. 2 തവണ ലഭിച്ച സിഗ്നലാണ്. ഇപ്പോൾ അവിടെയുള്ള വലിയൊരു സ്ലാബ് ഇളക്കി മാറ്റി അതിനുള്ളിൽ നിന്നും അതാരാണ് അല്ലെങ്കിൽ എന്താണ് ആ റഡാർ സിഗ്നൽ കിട്ടിയത് എന്നത് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് രക്ഷാപ്രവർത്തകർ. തീർച്ചയായും അത്ഭുതങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമേ അതിൽ ഒരു മനുഷ്യ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കൂ. ജീവൻ്റെ തുടുപ്പുള്ള സാന്നിധ്യം കണ്ടെത്താൻ ശ്രമിക്കൂ. സുനിലിൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം നഷ്ടപ്പെട്ടു. സുനിലിൻ്റെ ഏട്ടൻ, സുനിലിൻ്റെ അമ്മ, സുനിലിൻ്റെ ഏട്ടത്തിയമ്മ, സുനിലിൻ്റെ ഏട്ടത്തിയമ്മയുടെ മക്കൾ, ഇവരെല്ലാവരും ജീവൻ നഷ്ടപ്പെട്ടു. അവിടെ സുനിലിൻ്റെ വീട് മാത്രമാണ് ആ ഉണ്ടായിരുന്ന ഭാഗത്താണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. അല്ലമീൻ നമുക്കൊപ്പം ചേരും. ജീവൻ്റെ തുടുപ്പ് തേടാനുള്ള അവസാനവട്ട ശ്രമമാണ്. ഇന്നത്തെ ഈ ദിനവും അസ്തമിച്ചു പോകുമ്പോൾ പ്രതീക്ഷകളെല്ലാം അസ്തമിക്കുന്നുണ്ട്. ഇനി കണ്ടെത്താനുള്ള മനുഷ്യരുടെ എണ്ണം നമ്മുടെ മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നു. കണ്ടെത്തിയ മൃതദേഹങ്ങളോളം തന്നെ ഇനി കണ്ടെത്താനുള്ള മനുഷ്യരുടെ എണ്ണവും നമ്മളെ നടുക്കുന്നുണ്ട്. കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിനാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ഇപ്പോൾ പ്രേക്ഷകർക്ക് പ്രത്യേകം മാർക്ക് ചെയ്ത ആ സ്പോട്ട് കാണാം. അവിടെയാണ് ഈ റഡാറിൽ തുടർച്ചയായി 2 തവണയും ജീവൽ സാന്നിധ്യം തെളിഞ്ഞത്. അത് പക്ഷേ മനുഷ്യരുടേതാണ് എന്ന് ഇപ്പോഴും ഉറപ്പിക്കാറായിട്ടില്ല. അതുകൊണ്ട് വലിയ പ്രതീക്ഷ ഇത് കാണുന്ന പ്രേക്ഷകർക്കോ നമുക്ക് ആർക്കും തന്നെ വേണ്ട. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ സംഭവിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കൂ. അതെന്തു തന്നെയാണെങ്കിലും, അതൊരു മനുഷ്യജീവൻ്റെ മിടുപ്പാണെങ്കിലും മറ്റൊരു സഹജീവിയുടെ മിടുപ്പാണെങ്കിലും തീർച്ചയായും ഈ രക്ഷാപ്രവർത്തനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷമായി അത് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. സഹജീവികളെയും നമ്മൾ കൂടെ പിടിച്ചു പോകുന്ന കാഴ്ച ഈ പരിശോധനാ വേളയിൽ, ഈ തെരച്ചിൽ വേളയിൽ എത്ര തവണ നമ്മൾ കണ്ടു. കിലോമീറ്ററുകളോളം നടന്നൊരു പാറയിൽ മനുഷ്യർ കുടുങ്ങി. നമ്മളുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥർ അവരെ ചേർത്ത്
ചേർത്ത് പിടിച്ച് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്ന വളരെ ത്യാഗോജ്വലമായ കാഴ്ച നമ്മൾ കണ്ടു. ഇപ്പോൾ ഈ റഡാർ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് വളരെ സാവധാനം സൂക്ഷ്മമായി വളരെ 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 സൂക്ഷിച്ചാണ് ഈ മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ വിരലുകൾ മണ്ണിൽ തൊടുന്നത്. ഒരു കാരണവശാലും അതിനുള്ളിൽ ഒരു ജീവനുണ്ടെങ്കിൽ ആ ജീവനെ തൊടാതെ ആ ജീവനെ പുറത്തേക്ക് എത്തിക്കുക എന്ന ശ്രമകരമായ ദൗത്യത്തിലാണ് രക്ഷാ സംഘം ഇപ്പോഴുള്ളത്. അവിടെ NDRFിൻ്റെയും സൈന്യത്തിൻ്റെയും രക്ഷാപ്രവർത്തകർ അവിടെ എത്തി സാവധാനം മൺവെട്ടി കൊണ്ടും സാവധാനം ഇരുമ്പ് കൊണ്ടുമൊക്കെ ആ ഭാഗങ്ങൾ മാറ്റി നോക്കുകയാണ്. 8 മീറ്റർ ആഴത്തിൽ അവരുടെ ഒരു ജീവസാന്നിധ്യം എന്നതാണ് റഡാറിൽ തെളിഞ്ഞിരിക്കുന്നത്. അതെന്താണെന്ന് ഇനിയും നിശ്ചയമില്ല. അല്ലമീൻ നമുക്കൊപ്പം ചേരുന്നു. അല്ലമീൻ, പ്രതീക്ഷ കെടുകയാണോ അതോ പ്രതീക്ഷ ഏറുകയാണോ? എന്താണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇപ്പോൾ വീണ്ടും യന്ത്രം പ്രവർത്തിപ്പിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ ആഴത്തിൽ പോകേണ്ടതുണ്ടോ ആ റഡാർ സിഗ്നൽ കിട്ടിയ സ്ഥലത്ത് ആ ജീവസാന്നിധ്യത്തിൻ്റെ ഉടയോൻ ആരാണ് എന്ന കണ്ടെത്തലിനായി? നടത്തുന്നത്. ഏതായാലും ഒരു 8 മീറ്റർ താഴ്ചയിൽ ഒരു ജീവ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ് ഈ റഡാറിൽ തെളിഞ്ഞത്, സിഗ്നലിൽ ലഭിച്ചത്. അത് ഒരു തവണ ആയിരുന്നില്ല, പലതവണ പരിശോധിച്ചപ്പോഴും അത് കൃത്യമായി തന്നെ ഉദ്യോഗസ്ഥർക്ക് സ്ഥിരീകരിക്കാനായി. ആ സാഹചര്യത്തിലാണ് അവിടം കേന്ദ്രീകരിച്ചപ്പോൾ മണ്ണ് മാറ്റി പരിശോധിക്കുന്നത്. നേരത്തെ ഈ സിഗ്നൽ ലഭിച്ചപ്പോൾ തന്നെ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം NDRF സംഘങ്ങൾ മൺവെട്ടി കൊണ്ടും കമ്പിപ്പാല കൊണ്ടും അവിടുത്തെ മണ്ണ് അവിടെ കുത്തിപ്പിടിച്ചിരുന്ന മണ്ണ് തട്ടി മാറ്റി നോക്കിയിരുന്നു. അതിൽ പക്ഷേ ഒന്നും കണ്ടെത്താനായില്ല. അതിന്റെ സാഹചര്യത്തിലാണ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം, ആർമി ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം ഇവിടേക്ക് JCB എത്തിച്ച് ഇപ്പോൾ മണ്ണ് മാറ്റി പരിശോധിക്കുന്നത്. ആ പ്രദേശത്ത് മാത്രമാണ് കേന്ദ്രീകരിക്കുന്നത്. ഒരു കോൺക്രീറ്റ് പാളി ഇപ്പോൾ അടർത്തിയെടുക്കാൻ പോവുകയാണ്. അത് പതിയെ വളരെ സാവധാനം ആ JCBയുടെ ബക്കറ്റ് വെച്ച് അവിടെ കുത്തിപിടിച്ചിരിക്കുന്ന മണ്ണ് അത് പതിയെ ഇളക്കുകയാണ്. ഒരു പക്ഷേ ആ കോൺക്രീറ്റ് പാളിയും പതിയെ ഇളക്കി മാറ്റാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ആ ഭാഗം, അതായത് നേരത്തെ ഈ സിഗ്നൽ ലഭിച്ചപ്പോൾ തന്നെ ഉദ്യോഗസ്ഥർ അവിടെ എത്തിയാണ് ആ മണ്ണ് മാറ്റിയത്, മൺവെട്ടി കൊണ്ട് മണ്ണ് ഇളക്കി മാറ്റിയത്. അതിനുശേഷമാണ് ഈ JCB വന്ന് അവിടേക്ക് വഴി വെച്ച് തെളിച്ചത്. ഇപ്പോൾ ആ പ്രദേശത്ത് വീണ്ടും കമ്പിപ്പാറ കൊണ്ടുപോയി പരിശോധിക്കാൻ. അല്ലമീൻ, ഉദ്വേഗജനകമായ നിമിഷങ്ങളാണ് വീണ്ടും